Hello, guys, welcome back to my YouTube channel and welcome back to another episode of my life. ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. വീട്ടിലത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്, എൻ്റെ പുറത്ത് പോയിട്ടുള്ള വർക്ക് ഉണ്ട്, അതേപോലെ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഐ ഹോപ്പ് യു റിയലി എൻജോയ് വാച്ചിങ് ദിസ് വ്ളോഗ്. കൊച്ചേബി കുറച്ച് സമയം എന്നോട് കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അരുൺചാൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. ഞാൻ ആ ടൈം കൊണ്ട് വീട്ടിലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തേക്കാൻ വിചാരിച്ചു. കാരണം എനിക്ക് ഇന്ന് ഒരു വർക്കിന് പോകാനുള്ളതാണ്. അർജുൻ ചേട്ടന് ഷൂട്ടുണ്ട്. ഒരു മന്തിൽ ഫസ്റ്റ് ഒരു 10 days അർജുൻ ചേട്ടൻ ഷൂട്ടിൽ ബിസി ആയിരിക്കും. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു പുതിയ വർക്ക് ചെയ്യാണ് കൗമുദി ചാനലിൽ, ടോം ആൻഡ് ജെസ്സി എന്ന് പറഞ്ഞിട്ട്. വൈകിട്ട് 7:30 മണിക്ക് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എൻ്റെ അടുത്ത് വന്ന് പറയണം ഈ വീഡിയോയുടെ താഴെ കേട്ടോ. റാഡോയുടെ ട്രെയിനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഇപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നത് പോലെ മെനക്കേടൊന്നും എൻ്റെ സൈഡിൽ നിന്നില്ല, ഫുൾ അർജുൻ ചേട്ടനാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്താണോ പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ളത് അത് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു, അത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. ഫുഡിനോട് ശകലെങ്കിലും താല്പര്യമുള്ള ഒരു ഡോഗാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഫുഡിനോട് അവേഷനുള്ള ഡോഗ്സിനെയാണ് ട്രെയിൻ ചെയ്യാൻ എനിക്ക് പൊതുവെ പാടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള മിക്ക പപ്പീസും ഫുഡിനോട് അങ്ങനെ ഭയങ്കര ആക്രാന്തമില്ലാത്ത പപ്പീസാണ്. റാഡോയ്ക്ക് വലിയ പ്രശ്നം ഇതുവരെ ആയിട്ടില്ല. ഫുഡിനോട് ഒരു ചെറിയ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ അവനെ ട്രെയിൻ ചെയ്യാൻ എളുപ്പമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കൊരു ഷൂട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഷൂട്ട് എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വന്നതായതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റത്തേക്ക് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് നെയിൽ ചെയ്യണമായിരുന്നു, അതേപോലെ ഹെയറിൽ ഡൈ ചെയ്യണമായിരുന്നു, കോസ്റ്റ്യൂം എടുക്കണമായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ട് പുറത്തേക്കുള്ള കാര്യങ്ങൾക്ക് പോകാമെന്നുള്ളത്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ക്ലീനിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മൈക്രോ ഫൈബർ ഒരു ടവൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മോപ്പാണ്. അത് ഫ്ലെക്സിബിൾ ആണ്, അതിൻ്റെ ഹെഡ് എങ്ങനെ വേണമെങ്കിലും ടേൺ ചെയ്യും. ആ ഒരു മോപ്പ് വെച്ചിട്ടാണ് ഞാൻ ഫുൾ ടൈലൊക്കെ സ്ക്രബ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് വിം ഫ്ലോർ ക്ലീനറാണ് കേട്ടോ. ഞാൻ തന്നെ ആഡ് ചെയ്തിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റുമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് വൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു അർജുൻ ചേട്ടൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു വൈപ്പറാണ്. അതിൻ്റെ പ്രത്യേകത നല്ല ഷാർപ്പ് ബ്ലേഡാണ്, അതുപോലെ ഡബിൾ ബ്ലേഡ് വരുന്നുണ്ട് എൻഡിൽ. അതുകൊണ്ട് വെള്ളം നല്ലോണം അത് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാലൻസ് വരുന്ന കുറച്ച് വെള്ളം വീണ്ടും ഈ മൈക്രോ ഫൈബർ മോപ്പിട്ട് തന്നെ നമ്മളങ്ങ് തുടച്ചങ്ങ് എടുക്കും. അപ്പോൾ അതായത് കഴുകി ഇറക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വീട് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. നമ്മൾ വെള്ളത്തിൽ തെന്നി വീഴുമോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. അതിനുശേഷം ഞാൻ യൂബർ ബുക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ നെയിലിൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. നെയിൽ ചെയ്യുന്ന ചേച്ചിക്ക് മൈഗ്രെയിൻ ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തു. നേരെ കോസ്റ്റ്യൂം എടുക്കാൻ പോയി. കോസ്റ്റ്യൂം ആസ് യൂഷ്വൽ എൻ്റെ ഫേവററ്റ് കളർ ബ്ലാക്കിൽ ഞാൻ ചെന്ന് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ കോസ്റ്റ്യൂം എടുത്തതിന് ശേഷം നേരെ D&A ബ്യൂട്ടി സ്റ്റുഡിയോയിലേക്ക് പോയി. ഈ സ്ഥലം ഏതാണെന്നുള്ള എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ അമ്പലമുക്കുള്ള D&A ബ്യൂട്ടി സ്റ്റുഡിയോ, അവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ എല്ലാ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നത്. ഇന്ന് അധികം ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഞാൻ ഹെയർ ജസ്റ്റ് ഗ്രേ കളറൊക്കെ ഒന്ന് ഡാർക്കൺ ചെയ്തു, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ശാസ്താമംഗലത്ത് മാഗ്മ കോസ്മെറ്റിക്സ് ആൻഡ് ബ്യൂട്ടി വേൾഡ് അവിടെ കയറി അവിടെ ശരണിനെ കണ്ടു, കുറച്ച് നേരം സംസാരിച്ചു. എനിക്ക് ഷൂട്ടിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നേരെ വീട്ടിലേക്ക് എത്തി. വർക്കിന് പോകാനായിട്ട് പാക്ക് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൊച്ചു ബേബി ഉണ്ട് കേട്ടോ. ഷാലു ചേച്ചിയാണ് വർക്കിന് കൂടെ വരുന്നത്. അപ്പോൾ ചേച്ചി മോൾക്ക് രാത്രിത്തെ ഡിന്നർ ഫീഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനും പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചു. അർജുൻ ചേട്ടൻ വർക്ക് കഴിഞ്ഞ് എത്ര ടയേർഡായിട്ടാണ് വന്നെങ്കിലും രാത്രിത്തെ ഫുഡ് കൊടുക്കുന്നതെല്ലാം അർജുൻ ചേട്ടൻ ചെയ്യും കേട്ടോ. മാക്സിമം എന്നെ കൊണ്ട് മീറ്റ് തൊടിയിപ്പിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പാവം തോന്നും, എത്ര ടയർഡായിട്ട് വന്നാലും അതൊന്നും കാര്യമാക്കാതെ ഡോഗ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യും.
അപ്പം ഞാനങ്ങ് ഇറങ്ങി ഫുഡ് അർജുൻ ചേട്ടൻ കൊടുത്തോളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു നൈറ്റോട് കൂടി ഹോട്ടലിലെത്തി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ശാലു ചേച്ചിയാണ് സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സാരി ബിന്നി സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാരിയാണ് കേട്ടോ. അടിപൊളിയാണ്. എന്നെ പോലത്തെ ഒരു ബോഡി ഫിഗർ ആണ് നിങ്ങൾക്ക് കുറച്ച് ചബ്ബി സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് സാരി നിങ്ങൾക്ക് നല്ല ബോഡി ഹഗ്ഗിങ് ആയിരിക്കും, ഒട്ടും വണ്ണം തോന്നിക്കത്തില്ല. അത് ഉടുക്കാൻ എന്താ സുഖം എന്നറിയാമോ? നല്ല അടിപൊളി സാരി കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 3700 സംതിങ് വരും. പക്ഷെ ആ ഒരു പ്രൈസിന് വളരെ വേർത്തി ആയിട്ടുള്ള സാരിയാണ്. ഭയങ്കര ലക്ഷറിയസ് ആൻഡ് പ്രീമിയം ഫീലും കിട്ടും നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ. ഇപ്രാവശ്യം എൻ്റെ കൂടെ ഷൂട്ടിന് കൊച്ചു ബേബി ഉണ്ട്, അതുകൊണ്ട് റൂമിൽ നിൽക്കുന്നില്ല, എൻ്റെ ഒപ്പം വരികയാണ് കേട്ടോ. ആള് ഇട്ടിരിക്കുന്ന ഫ്രോക്ക് ഫാബിൻ്റെ നിന്നാണ് കേട്ടോ. വളരെ വൃത്തിയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കൂട്ടുകാരി ഗിഫ്റ്റ് ചെയ്തതാണ് കൊച്ചു ബേബിക്ക്. ഈ വർക്കിൻ്റെ ഫൈനൽ ഔട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. പുളിമുട്ട് സിൽസിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊല്ലത്ത് വലിയ ഷോറൂമായിരുന്നു പുളിമുട്ടിൽ സിൽസ്. ആൻഡ് നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം ഓരോ പീസസ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുമല്ലോ. ആൻഡ് ഇതിൻ്റെ ഓണറിനെ മീറ്റ് ചെയ്തു. വളരെ ഹമ്പിൾ ആൻഡ് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് റൂമിലോട്ട് എത്തി ഒട്ടും തന്നെ ടൈം കളഞ്ഞില്ല. പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളായി. കാരണം എൻ്റെ ബർത്ത്ഡേ ആണ്. ഇതെൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമാണ് ഈ ഷൂട്ടിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ ഒരു 8 മണിയോട് കൂടിയാണ് എത്തിയത്. അർജുൻ ചേട്ടനും ആ സമയം ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഇമ്മീഡിയറ്റ്ലി ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഞങ്ങളൊരു ഫംഗ്ഷന് പോയി. നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ആതിര മാധവ്, പുള്ളിക്കാരിയുടെ മകൻ്റെ 3rd ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ ട്രാവൽ ചെയ്ത് വന്ന് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയി. ഓൾമോസ്റ്റ് തീരാറായപ്പോഴാണ് നമ്മൾ എത്തിയത്. പക്ഷേ ലക്കിലി മോനെ നമുക്ക് കാണാൻ പറ്റി. കൊച്ചുബേബിയും മോനും അങ്ങനെ അധികം മീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് അവർ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു. Another page, another year, another version of me. Every birthday reminds me not just of how far I've come, but of everything that made me me. പൊട്ടിച്ചിരിച്ച ദിവസങ്ങളുണ്ട്, പൊട്ടിക്കരഞ്ഞ ദിവസങ്ങളുണ്ട്, അതുപോലെ വിക്ടോറിയസ് ആയിട്ടുള്ള ദിവസങ്ങളുണ്ട്, നമ്മുടെ വിജയങ്ങൾക്ക് മറ്റുള്ളവർ കൈയടിച്ച ദിവസങ്ങളുണ്ട്, അങ്ങനെ ആരും നോട്ടീസ് ചെയ്യാതെ പോയിട്ടുള്ള വിക്ടറീസ് കൂടിയുണ്ട്. ദർ ആർ ഓൾസോ ക്വയറ്റ് മൊമെൻറ്റ്സ് വെർ ഐ ഹെൽഡ് മൈ ഓൺ ഹാൻഡ് ടു. കാരണം ചില സാഹചര്യങ്ങളിൽ നമ്മളെ തന്നെ പുള്ളി ചെയ്ത് കൊണ്ടുവരണമല്ലോ പുറത്തേക്ക്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇൻ ദീസ് 32 years, if there's one thing I've learned, it's that നമുക്ക് വരുന്ന ഗ്രോത്ത് ഉണ്ടല്ലോ, അതെപ്പോഴും ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത്. ആ ഒരു കാര്യം ഞാൻ പഠിച്ചു. പിന്നെ ഇപ്പോൾ ഒരു ഡ്രാമയെക്കാട്ടിലും നമ്മൾ എന്താ പറയുന്നത്, പീസായിരിക്കും നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ തന്നെ കോൺഫ്ലിക്ട്സിൽ നിന്നൊക്കെ മാറി കുറച്ച് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മെച്യൂരിറ്റി ഇപ്പോൾ എനിക്കായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതേപോലെ എപ്പോഴും ബേൺ ഔട്ട് ആവുന്നതിനെക്കാട്ടിലും റെസ്റ്റ് എടുക്കാം, അതിനൊരു പ്രയോറിറ്റി കൊടുക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പീരീഡിൽ കൂടിയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നോ പറയാൻ വളരെയധികം മടിയുള്ള ഒരാളാണ് ഞാൻ. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയുമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നോ പറയാനും ഉള്ള ഒരു എന്താ പറയുക, ഒരു ഗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്.
അതിന് താങ്ക്സ് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർത്താണ് കേട്ടോ. അവരുടെ അത്ര ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറെ കൂടെ ബോൾഡായിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അതേപോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ട്വിസ്റ്റും ഓരോ ടേൺസും അതേപോലെ നമുക്കുണ്ടാകുന്ന സ്കാറും ഒക്കെ നമ്മൾ വിചാരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ടഫാക്കുന്നുള്ളത്. പക്ഷെ എനിക്ക് ഉണ്ടായത് എന്നെ കൂടുതൽ സോഫ്റ്റാണ് ആക്കിയത്. എനിക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് മേഡ് മീ വൈസർ, അതേപോലെ സ്ട്രോങ്ങറും ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. And I am so thankful for my people, the ones who stayed, the ones who prayed, and also the ones who left. കാരണം ഇവരെല്ലാവരും ഓരോ കാര്യം പഠിപ്പിക്കുകയാണല്ലോ നമ്മൾ. And thanks to the universe for my passions, my purpose, for the chance to wake up every day and live this life. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, I am loving this life. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു മടുപ്പുമില്ല, ഒരു ദേഷ്യവുമില്ല. I just love my life. ആൻഡ് ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം, ഈ 32-ാമത്തെ വയസ്സിൽ ഐ എം നോട്ട് ദ വൺ ഹൂ ഐ യൂസ് ടു ബി. ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ട്. ആൻഡ് അതിലെനിക്ക് വിഷമമൊന്നുമില്ല. ഐ എം ജസ്റ്റ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഇപ്പം ഞാൻ ആരാണോ അതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഐ ഹവ് ഗ്രോൺ, ഐ ഹവ് ഗ്ലോഡ് ആൻഡ് ഐ ഹവ് ഗ്രൗണ്ടഡ് മൈ സെൽഫ് ടു. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു മീ, ടു ദ ചൈൽഡ് ഇൻ മീ ഹൂ സ്റ്റിൽ ഡ്രീംസ്, ടു ദ വുമൺ ഇൻ മീ ഹൂ കീപ്സ് ബിൽഡിംഗ്, to the soul in me that's finally learning to just be. 32, let's do this with grace, with love, and with the heart wide open. And ഈ 32nd ബർത്ത്ഡേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്സ് എനിക്ക് ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരട്ടെ. എന്നെ ഏറ്റവും ആദ്യം സ്നേഹിക്കുന്ന, എന്നെ എപ്പോഴും പ്രയോറിറ്റി ആക്കി വെക്കുന്ന, എപ്പോഴും ദ ഹയസ്റ്റ് പൊസിഷൻ എനിക്ക് തരുന്ന എൻ്റെ ഹസ്ബൻഡ്. അതൊരു വലിയ ഗിഫ്റ്റാണ്. അത് ഇന്നും ഒരുപാട് എന്താ പറയുക, വുമൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്, അവരെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അത് എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഗിഫ്റ്റാണ്. ഇപ്പോഴും എന്നെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്ന എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് 32 വയസ്സായെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് കൂടിപ്പോയാൽ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ്, അത്രയും അമ്മ എന്നെ കാണുന്നുള്ളൂ. അത് ഒരു വലിയൊരു ഭാഗ്യമാണത്. ഇത് ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെനിക്കൊരു വലിയ ഗിഫ്റ്റാണ്. ആൻഡ് തങ്കക്കുടം പോലെ ഒരു രാജകുമാരി കുട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, കൊച്ചു. അതെനിക്കൊരു വലിയ ഗിഫ്റ്റാണ്. ആൻഡ് ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും എന്നെ വളരെയധികം എന്താ പറയുക, എൻ്റെ മദേർലി ഇൻസ്റ്റിങ്സ് അല്ലെങ്കിൽ എൻ്റെ ആ മദേർലി ആയിട്ടുള്ള ഫീലൊക്കെ പുറത്ത് കൊണ്ടുവന്ന 2 വ്യക്തികളുണ്ട്, അനുവും മനുവും. അവരെൻ്റെ ലൈഫിലുള്ളത് ഒരു വലിയൊരു ഗിഫ്റ്റാണ്. പിന്നെ അരുൺ ചേട്ടൻ, വിദ്യ, നാദു, ഇവരുടെയൊക്കെ പ്രസൻസ് ഒരുപാട് രീതിയിൽ നമ്മുടെ ലൈഫ് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പെറ്റ്സ്, എൻ്റെ ഡോഗ്സ്, എൻ്റെ ക്യാറ്റ്സ്, നന്ദു, മാളു, കിളികൾ, ഇതെല്ലാമാണ് എൻ്റെ ലൈഫിനെ ലൈഫാക്കുന്നത്. ഇതെല്ലാവർക്കും ഉള്ളൊരു കാര്യമായിരിക്കില്ല, പക്ഷെ ഐ ഹാവ് ഇറ്റ്. ഇതൊരു വലിയൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ബൈ ബ്ലഡ് ബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫാമിലി അല്ലാത്ത ആൾക്കാരുണ്ട് നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടവരായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ വളരെ ക്ലോസ് ആയിട്ട് കാണുന്നവർ, നമ്മൾ അവരുടെ സ്വന്തം ആളെ പോലെ കാണുന്ന അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മുടെ ലൈഫിൽ ദൈവം ബ്ലെസ് ചെയ്ത് തന്നിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ ലൈഫിലുള്ളത് ഒരു വലിയ ഗിഫ്റ്റ് തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് പാർട്ട്, എൻ്റെ ബർത്ത്ഡേ എനിക്ക് ഒരുപാട് പേരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. വിത്ത് ഫാമിലി, വിത്ത് ഫ്രണ്ട്സ്, അതേപോലെ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും എത്ര ഓർത്താണ് എനിക്ക് വേണ്ടി ഓരോ സ്പെഷ്യൽ ആൻഡ് ക്യൂട്ട് ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നത്, എന്നെ വിഷ് ചെയ്യുന്നത്, ഹഗ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. ഇതൊക്കെ ഒരു വലിയ പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരു സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടോ. അന്ന് ആക്ച്വലി സാറ്റർഡേ ബർത്ത്ഡേ വന്ന അത്ര നല്ലതല്ല എന്നൊക്കെ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഞാൻ. പിന്നീട് ഞാൻ മനസ്സിലാക്കി സാറ്റർഡേ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പേരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ വിഷമങ്ങളൊന്നുമില്ല, ഹാപ്പിനെസ് ഓൺലി.
അപ്പോൾ ബർത്ത്ഡേയ്സ് പറഞ്ഞാൽ നമുക്ക് പ്രായം കൂടുന്ന ഒരു ദിവസം മാത്രമല്ല കേട്ടോ, നമ്മൾ വളരെ ഡീപ്പായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പീരീഡും കൂടിയാണ്. നമുക്ക് ജീവിതത്തോടുള്ള സ്നേഹം കൂടുന്ന സമയമാണ്, നമ്മൾക്ക് ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്ന ഒരു പീരീഡാണ്. ലൈഫിന് കുറെ കൂടെ മീനിങ് ഫീൽ ചെയ്യും അങ്ങോട്ടങ്ങോട്ട് പോകും തോറും. ആൻഡ് പൊതുവെ ഓഡ് നമ്പേഴ്സ് ഇഷ്ടമല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് 32nd ബർത്ത്ഡേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ഒരു ബർത്ത്ഡേ എന്ന് വേണമെങ്കിൽ പറയാം. 30 അല്ല, 31 അല്ല, 32nd വളരെ സ്പെഷ്യൽ ആയിരിക്കും. ആൻഡ് ഈ ഒരു വ്ളോഗ് ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യും. അപ്പോൾ ലവ് യു ഗൈസ് സോ മച്ച്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.